നോമ്പ് താ നമ്മൾ തൊട്ടടുത്തെത്തിയില്ലേ. നല്ലൊരു ഐറ്റം ദാ മുന്തിരി അതുപോലെ തന്നെ പൈനാപ്പിളും നല്ല അഡർ ഐറ്റം സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് പണിയെടുത്താൽ നമുക്ക് നോമ്പിന് റെസ്റ്റ് എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ജ്യൂസാക്കി മാറ്റാം കേട്ടോ. കുറച്ച് ഒഴിച്ചെടുക്കാം, അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് വെള്ളം അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തുള്ള 1 കിലോ മുന്തിരിയാണ്. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്ന് അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ എടുക്കുമ്പം അത്യാവശ്യം നല്ല പഴുത്ത് തന്നെ എടുക്കാൻ നോക്കുക. പക്ഷെ എന്നെങ്കിൽ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ എന്താ വെച്ചാൽ നല്ല പോലെ മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ട് എന്താ വെച്ചാൽ തരികളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കണം. ഞാൻ രണ്ടും ഇതുപോലെ പൈനാപ്പിൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മുന്തിരിയൊക്കെ നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് യാതൊരു പ്രിസർവേഷൻ ചേർക്കുന്നില്ല. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഭയങ്കര തിരക്കായിരിക്കില്ല ആ ടൈമിൽ. അപ്പോൾ ഇതുപോലെ ജ്യൂസ് അടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു നൂൽപ്പരുവാണ്. ആ ടൈമിൽ നമ്മളെ മുന്തിരി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഓഫാക്കിയേക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പൈനാപ്പിൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം. എപ്പോഴേ നമുക്ക് എന്താ പറയുക ഐസ് ക്യൂബൊക്കെ ഇടുമ്പം മധുരം കുറച്ചും കൂടി വേണം, എന്നെങ്കിലേ നമ്മൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത്ര മാത്രം ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മുന്നിട്ട് പണിയെടുത്താൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഈസി ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.